ഹേ ഗൈസ്, മാസങ്ങൾക്ക് ശേഷം ഞാൻ ട്രാക്കിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി മേടിച്ചിട്ട് ഞാൻ ഒരു വട്ടം വന്ന് ഓടിച്ചു, അതിനുശേഷം പിന്നെ വന്നില്ലായിരുന്നു കേട്ടോ. ഗൈസ്, ഇവിടുത്തെ അവിടെ ഒരു ജമ്പ് ഉണ്ട് കേട്ടോ. അവിടെ അത് വലിയ ജമ്പല്ല, ചെറിയൊരു ജമ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ജമ്പ് കുറച്ച് ഡേഞ്ചറാണ്. അത് കറക്റ്റ് പ്രാക്ടീസിനൊക്കെ വന്ന് സെറ്റായെങ്കിൽ മാത്രമേ ആ ജമ്പ് എടുക്കാവൂ. ഇവിടെ ജമ്പ് എടുത്തിട്ട് ഒത്തിരി പേർക്ക് പണിയും കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ട്രാക്ക് ഉണ്ട് കേട്ടോ. ദൈവമേ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരിടം വരെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇദ്ദേഹമാണ് കേട്ടോ ഓണർ. എന്താണ് ഉള്ളത് കഴിക്കാൻ? പറയൂ. മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്, കൊണ്ടുവരും കേട്ടോ പുള്ളി. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എടാ എത്ര ആളാ? ഒരു 2 ആഴ്ച ഒക്കെ ആയിട്ടുള്ളൂ. അതെ, ചടങ്ങ് തന്നെയാണ്. ചെറിയൊരു വീടായിരുന്നല്ലേ, ഒരു വീട് ഇതുപോലെ അവര് സെറ്റ് ചെയ്തെടുത്തിട്ടോ. ഇത് ആരെങ്കിലും കിടന്ന് ഉറങ്ങിയ സ്ഥലം ഉണ്ടായത്. ചെറിയ റൂമിടാ, രണ്ട് ഇത്ര ഉള്ളൂ, കുഞ്ഞു റൂം, ഒരു ടേബിളും ചെയറും ഒക്കെ ഇടാം. അയല, കേരച്ചൂര, സിലോപ്പി, ചൂര ഫ്രൈ, ഇത് അയല, പിന്നെ കൊഞ്ച് ഫ്രൈ ഉണ്ട്, നെത്തോലി ഉണ്ട്, ബാക്കി കിളിമീനുണ്ട്, പിന്നെ ഇത് പുഴമീൻ, കരിമീനും നെമ്മീനോടെ ഉണ്ട്. അതാണ്. ഓക്കെ, എന്നാ പിന്നെ ഒരു ബീഫ് കൂടെ വെക്കാല്ലേ? ബീഫ് കൂടെ ട്രൈ ചെയ്യാം. ഇത് കേരച്ചൂര കറിയാണ് കേട്ടോ. അങ്ങോട്ട് ഒഴിക്കുക. ഈ മീനിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് പുഴമീനാട്ടോ. ഒരു കഷ്ണം നെയ്മീനോട് എടുക്കാം. ഓക്കെ, മീറ്റ് സോഫ്റ്റ് സാധനം. കുറച്ച് പുളിശ്ശേരിയും കൂടെ ഊക്കാം. ഓക്കെ, ബീഫ് എടുത്ത മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇത്ര സാധനം ഉണ്ട് കേട്ടോ. ഇത് മൊത്തം കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതൊന്നുമല്ല, ഇന്നിനിപ്പോൾ 2 ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ പൊട്ടിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമുക്കിത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കാം. ബർത്ത്ഡേ പ്രമാണിച്ച് വന്ന സാധനം, പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാനും മമ്മിയും കൂടി ഇരുന്ന് പൊട്ടിക്കാം. ഇത് 2 പേരാണ് കേട്ടോ അയച്ചേക്കുന്നത്. ഇത് അയച്ചിരിക്കുന്നത് പേര് പറയില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് അയച്ചേക്കുന്നത് ബിഷ നൂറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയാണ്. നമുക്ക് മുമ്പ് അയച്ചിട്ടുണ്ട്, മറ്റേ ഡയറിയൊക്കെ അയച്ചെന്ന് ഓർമ്മയുണ്ടോ? ഇത് അയച്ചിരിക്കുന്നത് പേര് പറയില്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആദ്യം നമുക്ക് ചെറിയ പെട്ടി പൊട്ടിക്കാം. ബ്ലാക്ക് പെട്ടിയായിട്ട്. മുട്ടായി, ഫുള്ള് ചോക്ലേറ്റ്. ഹാപ്പി ബെലേറ്റഡ് ബർത്ത്ഡേ. ഓക്കെ, ബർത്ത്ഡേ കഴിഞ്ഞിട്ട് തന്നെ അയച്ചത്. താങ്ക് യു സോ മച്ച്. വേണ്ട, കിറ്റ്കാറ്റിൻ്റെ മുട്ടായി ഉണ്ട്, ബൗണ്ടി ഉണ്ട്, പിന്നെ ഗാലക്സീൻ്റെ ചോക്ലേറ്റ്സ്, ഡയറി മിൽക്ക്, കളിപ്പാട്ടം ഉണ്ട്. ബൗണ്ടിക്കകത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കളിപ്പാട്ടം. ചെറിയ കാറ് കേട്ടോ. ആണ്, എനിക്കിപ്പോ കളക്ഷൻ ആയി. ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് എൻ്റെ കയ്യില്. ഇപ്പൊ അത്യാവശ്യം കളക്ഷൻ ആയിട്ടാ. ഞാൻ മറ്റേ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്, റാക്ക്, കളിപ്പാട്ടം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഹോട്ട് വീൽസ് ആണ് കേട്ടോ, ഹോട്ട് വീൽസാ. ഹോട്ട് വീൽസ് ആണ് കേട്ടോ. നമുക്ക് ഒരു റെഡും അടിയിൽ പച്ച ഉള്ള ഒരു സ്പോർട്സ് കാർ. കൊള്ളാല്ലേ? രസമുണ്ട്.
പൊട്ടിക്കണോ? പൊട്ടിച്ച ഒരു ലുക്ക് പോകുന്നു, പക്ഷേ ഇത് ഇങ്ങനെ ഒട്ടിയിരിക്കണം. ഓ പിന്നെ ഫെറോറോ റോച്ചർ വേണ്ട മുട്ടായി ഒരു പെട്ടിയുണ്ട്. ബെല്ല വിറ്റയുടെ പെർഫ്യൂം 4 പീസ് പെർഫ്യൂം. കൊള്ളാം, ഇരിക്കുന്നതാണ് രസമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കൊള്ളാം, അടിപൊളി സാധനം. ഇനി നമുക്ക് ഈ പെട്ടി കൂടെ പൊട്ടിക്കാം. മുട്ടായി, ഇത് ഷർട്ട്, എല്ലാത്തിലും ബൗണ്ടി മെയിൻ ആണ് കേട്ടോ. അത് നിനക്ക് ഇഷ്ടമാണ്. ഇഷ്ടം പോലെയും ബൗണ്ടിയാ. മുട്ടായി ഫെറോറോ റോച്ചർ, ഇഷ്ടം പോലെ ചോക്ലേറ്റാ. എനിക്ക് തടി കൂടിയുടെ വണ്ണം കൂടി കഴിച്ച് വേണ്ട. വാച്ച്, സ്മാർട്ട് വാച്ച് ഫാസ്റ്റ് ട്രാക്കിൻ്റെ. ഇതിന് നല്ല വിലയുണ്ടല്ലോ ചേച്ചി. ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ വില നല്ല വിലയുണ്ട് റേല്. എനിക്ക് ഇത്രയും വില കൂടി ഗിഫ്റ്റ് ഒന്നും അയക്കണ്ട കേട്ടോ. എനിക്ക് ചെറിയ ഇതുപോലത്തെ മുട്ടായും അങ്ങനത്തെ മതി. ഇങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും അയക്കല്ലേ. വലുതായി പോയിച്ചാ വില കൊള്ളാം. കിടിലൻ ചെയിൻ. അത് ഓണായച്ചാ എടുത്തപ്പോഴേ സൗണ്ട് കേൾക്കുന്നത്. QR കോഡാ. ഇതിന്റെ പൈസ ഇട്ട് കൊടുക്കാനാണ്. ചെയ്യണമെന്ന് കേട്ടാ. എന്റെ കയ്യിലൊരു ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്. ഇതിന്റെ ഞാൻ എത്ര വർഷമായി മേടിച്ചിട്ട്. ഓടുന്നുണ്ടോ അത് ഓടുന്ന? ഇത് ഓടും. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു വാച്ച് മേടിക്കുന്നത്. ആ വാച്ചാണ് കേട്ടോ ഇത്. ഞാൻ അങ്ങനെ വാച്ച് അങ്ങനെ മേടിക്കത്തില്ലായിരുന്നു. ഇല്ല, ഇത് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന വാച്ചാ. ഞാൻ ഇതുവരെ എന്നെ പൈസ കൊടുത്തിട്ട് ഞാൻ വാച്ച് മേടിച്ചിട്ടില്ല സത്യമായിട്ട്. അച്ഛൻ്റെ വാച്ചൊക്കെ കെട്ടിക്കൊണ്ട് സ്കൂളിലൊക്കെ പോകുമായിരുന്നു. ഇത് ചിലപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ല, കറക്റ്റ് ഇച്ചിരി ടൈറ്റ് ചെയ്യണം, കുറച്ച് ടൈറ്റ് ചെയ്യണം. എല്ലാവരും ഇച്ചിരി ഫ്രീ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്ന. ഇതിന് സെറ്റപ്പ് ചെയ്യണം കേട്ടോ. കിടിലും വാച്ചോടെ. താങ്ക്സ് കേട്ടോ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെ ഒരു ഷർട്ട് ഉണ്ട്. നോക്ക്, ഒരു ഷർട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷർട്ട്. മീഡിയം, കറക്റ്റ് സൈസ്. ഇതിനെല്ലാത്തിനും ഭയങ്കര വില. ഇത്ര കൂടി ഷർട്ടൊന്നും ഞാൻ ഇടത്തില്ല കേട്ടോ. ഏതാ ബ്രാൻഡ്? റെയർ റാബിറ്റിൻ്റെ ഷർട്ട്. പക്ഷെ നല്ല തുണി. അതുമല്ല ഇതുകൊണ്ടൊക്കെ ഈ മെറ്റീരിയൽ, ഈ നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല സാധനം. ഈ ജാഗൂറിൻ്റെ സ്പ്രേ ഇതിനെല്ലാത്തിനും നല്ല വിലയാവുന്നതാണല്ലോ ഈശ്വര ചേച്ചി. ക്ലാസിക് സ്പ്രേ ആണ് ജാഗൂറിൻ്റെ ഒരു സ്പ്രേ. ജാഗൂറിൻ്റെ വണ്ടിയൊക്കെ കണ്ടിട്ടുള്ളൂ, സ്പ്രേ ഞാൻ ആദ്യമായിട്ട്. തുറക്കട്ടെ. ഓ, പ്രീമിയം. നല്ല കുപ്പി വെച്ചാ ഇല്ലേ? സത്യം പറയല്ലേ, നമ്മള് ഇന്നേ വരെ ഇങ്ങനെയുള്ള ഇല്ലേ മേടിച്ചിട്ടുണ്ട്? ഇല്ല മേടിച്ചിട്ട്. ഇങ്ങനെ ഈ ഇടയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ വരുന്ന. അടുത്ത് വാ, ഞാൻ അടിച്ചുതരാം. അച്ഛ കഴിഞ്ഞ വാച്ച അടിച്ചുതരാം. ഉപ്പർ വേണം. മണത്തോക്ക് അടിപൊളിയല്ലേ? കൊള്ളാം, എല്ലാം നല്ല ഗിഫ്റ്റായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മെയിൻ ബൗണ്ടിയാണ്. എല്ലാവരും ബൗണ്ടി ആയിരിക്കും, ഇഷ്ടംപോലെ ബൗണ്ടിയുണ്ട്. അതെ, ഫ്രിഡ്ജിനകത്ത് നിറച്ച് ബൗണ്ടിയാണ്. ഗിഫ്റ്റ് അയച്ചതിന് ഒത്തിരി നന്ദി, താങ്ക് യു സോ മച്ച്. പിന്നെ ഇത്രയും വിലയുള്ള ഗിഫ്റ്റൊന്നും വേണ്ട, അങ്ങനെ അയക്കേണ്ട. ഞാൻ അങ്ങനെ പറയുന്നതല്ലേ, എന്നാലും ഇത്രയും വിലയുള്ളത് വേണ്ട. എനിക്കെന്തോ ഇത്. ഓക്കെ, അയക്കുന്നതിൽ സന്തോഷം തന്നെ. പക്ഷേ വില അതല്ല അച്ഛൻ വാച്ചുണ്ടല്ലേ. നമ്മളിപ്പോ കടയിലൊക്കെ പോയി നമ്മൾ ആദ്യം പോയി നിങ്ങൾ തന്നെ ഗിഫ്റ്റ് എടുത്ത് തന്നാൽ തന്നെ നമ്മൾ ആദ്യം പോയി നോക്കും വേണ്ട. അത് നമുക്കങ്ങനെ തോന്നും, പക്ഷെ നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോഴത്തേന് അത് നമ്മൾ നോക്കത്തില്ല. ശരിയാണ്.
അപ്പൊ ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ തരണമെങ്കിൽ അവരുടെ മനസ്സിൽ ഞാൻ അത്രയും സ്പെഷ്യൽ ആയിരിക്കില്ല. അതാലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഏകദേശം അത്രയുള്ള എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ബൈ.